ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ ഭാഗമായി അറിയിക്കുന്നതിൽ സ്വാഗതം ചെയ്യുന്നു. അതേ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ അതിന്റെ സ്വാമി മാധ്യമ 2 മണിക്കും 2:30 മണിക്കും ഇടയിൽ നമ്മുടെ കരയോഗത്തിൽ നിന്നുള്ള ഭാരവാഹികളും ആത്മാക്കളും പ്രവർത്തകരും വിശ്വാസത്തിനുള്ള ഭാരവാഹികളും പ്രവർത്തകരും കുഞ്ഞുങ്ങളോടൊപ്പം എത്തിച്ചേർന്നു. ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ്. ഈ താലൂക്കിലുള്ള എന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാർ എത്രമാത്രം ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നു, പ്രസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു, ആ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ്. ഞാൻ ഏറെ സമയമെടുത്തില്ല. എന്നിരുന്നാലും സംഘടനയുടെ പ്രവർത്തനങ്ങൾ, സ്വയം സഹായ സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. കരയോഗത്തിന്റെ കാര്യത്തിലായാലും കരയോഗത്തിന്റെ കാലാവധി വീടുന്നതിന് മുമ്പ് തന്നെ യൂണിയൻ കാര്യത്തിൽ ഏറ്റുവാങ്ങി കർമ്മസമിതിയെ തെരഞ്ഞെടുക്കുക. എല്ലാവരും നമുക്ക് നേരത്തെ വളരെ ചുരുയാർന്ന പ്രവർത്തനം ആയിരുന്നു. കുറെ അലസത വന്നത് കോവിഡിന് ശേഷമാണ്. ഇത് തന്നെ നമ്മൾ 5 മേഖലായോഗം വിളിച്ചായിരുന്നു നമ്മൾ ഈ ഉപകാരങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നു. ഈ വർഷം അതിന്റെ സാഹചര്യം ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഏപ്രിൽ 29 വെച്ചപ്പോൾ ഇലക്ഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. വർദ്ധിച്ച പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ദുർഘടമായ ഈ വേദന പോലും നിങ്ങൾക്ക് കൃത്യമായും നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആചാര്യർ അന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അലസതയും ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ആ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മഹാപ്രസ്ഥാനത്തെ രൂപീകരിച്ചു. അദ്ദേഹം ആദ്യം ചെയ്തത് വിദ്യാലയങ്ങൾ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് എസ്. പതിനെട്ടാം